തൃശൂരിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത്. 40,000 രൂപയാണ് നഷ്ടമായത്. പോലീസ് വസ്ത്രം ധരിച്ച് വീഡിയോ കോളിൽ എത്തിയ ആളാണ് പണം തട്ടിയെടുത്തത്. ആദ്യമായിട്ട് തന്നെ എനിക്ക് ഫോൺ വരികയായിരുന്നു. ഐഡിയയിൽ നിന്നാണെന്നും പറഞ്ഞ് ഐഡിയക്കാർ സംസാരിച്ചു. ഒരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒടുക്കം SI ആണെന്നും പറഞ്ഞ് എന്നോട് സംസാരിച്ചു. വളരെയധികം ടോർച്ചറിങ് ചെയ്യത്തക്ക രീതിയിലാണ് ആൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒടുക്കം അവരെന്നോട് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഇതാണ്: നിങ്ങളെയും നിങ്ങളുടെ നാത്തൂനെയും എൻ്റെ മക്കളെയും പിടിച്ച് ജയിലിലിടും. ഇതെല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പേരിൽ ഇങ്ങനെ കണക്ക് ഒരു നമ്പർ എടുത്തിട്ടുണ്ട്, സിമ്മിൻ്റെ നമ്പർ എടുത്തിട്ടുണ്ട്. അതുവഴി ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുത്തു. അപ്പോൾ അതെൻ്റെ പേരിലാണ്. അത് വരുന്നത് മുഴുവൻ നിങ്ങളുടെ കമ്മീഷൻ വരുന്നതെല്ലാം ആ ഇത് വന്ന് കിടക്കുകയാണ്. അത് നിങ്ങളുടെയാണ് എന്നാണ് ഞങ്ങൾക്ക് പബ്ലിക്ക് കംപ്ലൈൻറ്റ് ചെയ്തു, പബ്ലിക്ക് കേസ് ചാർജ് ചെയ്തു. അങ്ങനെയാണ് ഇതൊന്ന് വന്നിരിക്കുന്നത്. MS ലിഷോയ് ചേർന്നുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, 1.5 ദിവസം ഒരു സ്ത്രീയെ ഇങ്ങനെ ബന്ദിയാക്കി ഒരു തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാന്ന് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആവർത്തിക്കുന്നത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ എല്ലാവർക്കും അവബോധം വരുത്തുന്നതിന് വേണ്ടി നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത്, വിർച്വൽ അറസ്റ്റ്. ഇത്തവണ ഈ അധികം ഈ ഓൺലൈനിലൊന്നും തന്നെ അല്ലെങ്കിൽ ഈ മൊബൈൽ അധിക നേരം ചിലവഴിക്കാത്ത അത്തരത്തിലുള്ള മുതിർന്ന പൗരന്മാരെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ചാലക്കുടി മേലൂർ സ്വദേശിയായ ട്രീസയെ തന്റെ മൊബൈൽ നമ്പർ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്നാണ് ആദ്യം വന്ന ഫോൺ കോള്. അതിനുശേഷം പോലീസ് വസ്ത്രം ധരിച്ച് വീഡിയോ കോളിലൂടെ തട്ടിപ്പുകാരെത്തി വളരെയധികം ഈ ട്രീസയെ ഭയപ്പെടുത്തുകയും സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് സന്ദീപ് എന്നയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിച്ചു എന്ന് വിശ്വസിപ്പിച്ചു. വീട്ടിലെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും വിവരം പുറത്തുപോയാൽ സന്ദീപിന്റെ കൂട്ടാളികൾ കൊലപ്പെടുത്തുമെന്നും അവർക്ക് തീവ്രവാദ ബന്ധം ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്നും തട്ടിപ്പുകാർ വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇതോടെയാണ് വീട്ടമ്മ 1.5 ദിവസം മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞത്. 1.5 ദിവസം മുറിക്കുള്ളിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ട്രീസ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസം. ഈ 1.5 ദിവസവും ആരും ഇവരെ ബന്ധപ്പെടാനൊന്നും ശ്രമിച്ചില്ലേ? അതായത് ഇവരുടെ വീട്ടിൽ ഇവരുടെ ഒരു സഹോദരിയും അതിനോടൊപ്പം തന്നെ അവരുടെ മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. വീട്ടിലുള്ളവരോട് പോലും ഈ ഒരു കാര്യം പറയരുത് എന്നുള്ളതാണ് ഈ ഭീഷണിപ്പെടുത്തിയ സംഘം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഗുരുതരമായ ഒരു കുറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ജയിലിലിടേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോൾ ഇവർ അതിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ചെയ്തു. 3 ലക്ഷം രൂപയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത്. ഈ തുക സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കില്ല, അതിന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ബാങ്കിൽ പോയി നിക്ഷേപിക്കാനാണ് ഈ തട്ടിപ്പ് സംഘം പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം ട്രീസ അതിൽ പൂർണ്ണമായി ഇവരുടെ ഒരു വെർച്വൽ അറസ്റ്റ് നാടകത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. പക്ഷേ 2,60,000 രൂപ ട്രാൻസ്ഫർ ചെയ്യാനാണ് ആദ്യഘട്ടത്തിൽ ബാങ്കിലേക്ക് എത്തിയത്. പക്ഷെ അപ്പോഴും ഈ ട്രീസയുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് വളരെ കുറവായിരുന്നു. 40,000 രൂപ, അതായത് 50,000 രൂപയിൽ താഴെ മാത്രമേ ഈ പണം കൈമാറാനുള്ള ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തുകയും ഗൂഗിൾ പേ വഴി പല ഗഡുക്കളായി പണം നൽകാനാണ് പിന്നീട് ഇവർ ആവശ്യപ്പെട്ടത്. പല നമ്പറുകളിലേക്കായി 40,000 രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു. ചെയ്തത് ഈ പല നമ്പറുകളിലേക്ക് ആയിട്ട് ഗൂഗിൾ പേ ചെയ്തത് ട്രീസ തന്നെയാണോ? അതെ, അതും ട്രീസ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ പല നമ്പറുകളിലേക്കായി ഇത്തരത്തിൽ പണം ചോദിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയം തോന്നിയത്. അങ്ങനെ അയൽവാസിയോട് വിവരം പറയുകയായിരുന്നു. അയൽവാസിയോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുന്നതും പിന്നീടാണ് ഈ വിവരം പോലീസിനെ ഉൾപ്പെടെ അറിയിക്കുന്നത്. അതുവരേക്കും വിർച്വൽ അറസ്റ്റ് എന്നൊരു കാര്യമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. 1.5 ദിവസം ഒരു വീട്ടമ്മയെ ബന്ദിയാക്കി 40,000 രൂപ കവർന്നെടുക്കുകയായിരുന്നു തട്ടിപ്പുകാർ. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.